പഴയ തലമുറയ്ക്ക് ഏറ്റവും അവശ്യ വസ്തുവായിരുന്ന ഒരു പുരാവസ്തുവിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഒരുമ ന്യൂസ് നിൽക്കുന്നത്. ചുമടുതാങ്ങികൾ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു. പക്ഷെ അത് പഴയ കാലത്താണ് എന്ന് മാത്രം. പക്ഷെ ഇന്ന് കഥ മാറി. പുതുതലമുറ ചുമടുതാങ്ങി എന്താണെന്നും എന്തിനാണ് ഇതിൻ്റെ ഉപയോഗമെന്നും ആർക്കും അറിയില്ല. വർഷങ്ങൾക്ക് മുൻപ് നാട് വാഹന ഗതാഗതത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് മുമ്പ് ഗ്രാമങ്ങളിലും റോഡിൻ്റെ സൈഡിലും തലച്ചുമടുമായി വരുന്ന കച്ചവടക്കാർക്ക് തൻ്റെ സാധനങ്ങൾ ഇറക്കി വെക്കുവാൻ ഉണ്ടാക്കിയതാണ് ഇതുപോലെയുള്ള ചുമടുതാങ്ങികൾ. ഇന്നത്തെ തലമുറയ്ക്ക് ഇതെന്താണെന്ന് അറിയില്ല. ചുമടുതാങ്ങിയെന്നും പല സ്ഥലങ്ങളിലും അത്താണിയെന്നും അറിയപ്പെട്ടിരുന്ന ഇത് ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയായിരുന്നു. കരമാർഗം ചരക്കുകൾ എത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം. അന്ന് കേവ് വള്ളങ്ങളിലും മറ്റ് ജലമാർഗേണയാണ് ചരക്കുകൾ എത്തിച്ചുകൊണ്ടിരുന്നത്. ഈ സമയത്ത് ആശ്രയം തലച്ചുമടായിക്കൊണ്ട് സാധനങ്ങൾ കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമായിരുന്നു. അന്ന് കൊണ്ടുവരുമ്പോൾ അവർക്ക് സ്വയം ഇറക്കി വയ്ക്കുവാനും അല്പനേരം വിശ്രമിക്കുവാനുള്ള സൗകര്യത്തിനാണ് പൊതുനിരത്തുകൾ സ്ഥാപിച്ചത്. അന്ന് രാജാക്കന്മാരും നാട്ടിലെ പ്രമാണിമാരും ഇങ്ങനെ സേവനം എന്ന നിലയിൽ പൊതുനിരത്തുകൾ സ്ഥാപിച്ചിരുന്നു. പലയിടത്തും ഇതിനോട് ചേർന്ന് വിശ്രമിക്കുവാൻ കളിത്തട്ടുകളും ദാഹം മാറ്റാൻ തണ്ണീർ പന്തലുകളും സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നതാണ് എന്ന് പഴമക്കാർ പറയുന്നു. വരും തലമുറയ്ക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കാനും പഴയ കാലഘട്ടത്തെ എങ്ങനെയെന്ന് ഉൾക്കൊള്ളുവാൻ വേണ്ടി പുരാവസ്തു വകുപ്പ് ഇനിയും ശേഷിക്കുന്നവ സംരക്ഷിക്കണം എന്നാണ് ഞങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത്. കരിങ്കൽ പാളികൾ കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. തലച്ചുമടിൽ കച്ചവടം ചെയ്യുവാനായി പോകുന്നവരുടെ കാഴ്ചയും ഇന്ന് അന്യമാണ്. അതുപോലെ തന്നെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ചുമടുതാങ്ങികളും. മാവേലിക്കര താലൂക്കിലെ തെക്കേക്കരയുടെ പല ഭാഗങ്ങളിലും ഇങ്ങനെയുള്ള ചുമടുതാങ്ങികൾ നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. കാലം പുരോഗമിച്ചപ്പോൾ ഇത്തരം ചുമടുതാങ്ങികൾ ഉപയോഗശൂന്യമായി മാറി. ഇത് എന്തിനാണെന്ന് പോലും ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയത്തില്ല. റോഡ് വികസനങ്ങൾ വരുമ്പോഴും ഇങ്ങനെയുള്ള കാഴ്ചകൾ ഇല്ലാതാവുകയാണ്. മാവേലിക്കര താലൂക്കിലെ തെക്കേക്കരയുടെ പല ഭാഗങ്ങളിലും ഇപ്പോഴും ഇത് നിലനിൽക്കുന്നുണ്ട്. ഇത് അന്യം നിന്ന് പോവാതിരിക്കാൻ ബന്ധപ്പെട്ടവർ മുന്നോട്ട് വന്ന് ഇതിന് സംരക്ഷണ കവചം നൽകണമെന്നാണ് ഒരുമ ന്യൂസിനും പറയുവാനുള്ളത്. CRS ഉണ്ണിത്താനോടൊപ്പം ഒരുമ ന്യൂസിനു വേണ്ടി പ്രദീപ് പുലരി, കുറത്തിക്കാട്.